പോലീസ് ഇപ്പോൾ കൂടുതൽ സേനയെ വിന്യസിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എത്ര വണ്ടി പോലീസായിരിക്കും എത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെങ്കിൽ പോലും ഇപ്പോൾ പിണറായി വിജയന്റെ വീടിന് മുൻവശത്തും അതിനോടൊപ്പം തന്നെ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് പിണറായി വിജയന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലും കൂടുതൽ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോട് അല്ലെങ്കിൽ ഈ സമയം കൂടുന്തോറും സംഘർഷ സാധ്യത കൂടുതലാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം വൈകിട്ടോടുകൂടി കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര മണിക്കൂർ ഈ ചോദ്യം ചെയ്യൽ കൂടുന്നു അതിനനുസരിച്ച് സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയും കൂടുകയാണ്. രുചീഷ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം പൊളിറ്റ് ബ്യൂറോ അംഗത്തെയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് നേരെയുള്ള ഒരു പ്രശ്നമായി തന്നെ CPIM കണക്കാക്കുന്നു. സംസ്ഥാന വ്യാപകമായി ആ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇനി അറിയേണ്ടത് ഈ ED റെയ്ഡ് നടത്തി പോകുമ്പോഴും കൃത്യമായി പാർട്ടിയോട് വിശദീകരണം നൽകാതെ പുറത്തേക്ക് വിടേണ്ട എന്ന തീരുമാനമാണ് CPIM സ്വീകരിക്കുന്നതെങ്കിൽ ഈ പ്രതിഷേധം ഈ രീതിയിൽ ഒരു മയപ്പെട്ടു പോകുന്ന സമീപനമായിരിക്കില്ല ഉണ്ടാവുക. എന്തായാലും വൈകുന്നേരങ്ങളിൽ വലിയ തരത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലുമായി അത് സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനാണ് CPIMന്റെ ആഹ്വാനവും. അതേ രുചീഷ്, അല്പസമയം മുമ്പ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞതും അതിനോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഉള്ളത് അങ്ങനെ തന്നെയാണ്. പിണറായി വിജയന് നേരെയുള്ള കടന്നാക്രമണത്തെ പാർട്ടിക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് CPIM കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പൊതുജനങ്ങൾ ഇതിനോടകം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഥവാ പാർട്ടി ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ നിരവധി പ്രവർത്തകരും ജനങ്ങളും പൊതുജനങ്ങളും പ്രതിഷേധവുമായി പലയിടങ്ങളിൽ, അത് പിണറായി വിജയന്റെ വീടിന്റെ മുൻവശത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം വിവിധയിടങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമായി കരുതുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലാ, ഏരിയ, ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തണമെന്നാണ് പാർട്ടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ ബ്രാഞ്ചിലും ഇന്ന് വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തണമെന്നാണ്. പക്ഷേ ഇതിനോടകം തന്നെ ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ തന്നെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ CPIM പ്രവർത്തകർ ഒത്തുകൂടിക്കൊണ്ട് നേതാക്കളുടെ വീടിന് പുറത്ത് ഒത്തുകൂടിക്കൊണ്ട് കുത്തിയിരുന്നുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോടും സമാനമാണ് സാഹചര്യം. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീടിന് സമീപത്തും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. റിയാസിന്റെ വീട്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ CPIM ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ അനുനയിപ്പിച്ചു. EDക്കെതിരെ മുദ്രാവാക്യം മുഴക്കി നേതാക്കൾ പ്രകടനം നടത്തി. സരീഷ് PK ചേരുകയാണ്. സരീഷ്, ഈ പ്രായമായ മാതാപിതാക്കളെ അടക്കം ഇത്തരത്തിൽ തടങ്കലിൽ വെക്കുന്ന തരത്തിലാണ് ഈ EDയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത് എന്നതാണ് നേതാക്കൾ പറയുന്ന കാര്യം. നേരത്തെ ഈ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, ED പരിശോധന നടത്തട്ടെ, അത് രാഷ്ട്രീയപരമാണ്, അത് രാഷ്ട്രീയപരമായി തന്നെ നേരിടും. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഈ വീട്ടിനകത്ത് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മാതാപിതാക്കളുണ്ട്. അവർ രണ്ടുപേരും പ്രായമായവരാണ്. അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിൻ്റെ മാതാവ് അവർ ഓപ്പറേഷൻ ഉൾപ്പെടെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ അവരെ ഇത്രയേറെ മണിക്കൂറുകൾ ബന്ദിയാക്കിയിടുന്നൊരു സാഹചര്യമാണ് അകത്തുള്ളത്. അതോടൊപ്പം തന്നെ റിയാസിൻ്റെയും അതോടൊപ്പം സഹോദരിയുടെയും ഉൾപ്പെടെയുള്ള മക്കൾ ഇതിനകത്തുണ്ട്. 15 വയസ്സ് പോലും ആകാത്ത മക്കൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെ ഉൾപ്പെടെ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്. കാരണം 6 മണിയോടെയാണ് രാവിലെ എത്തിയത്. രാവിലെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാനുള്ള സാവകാശം ഇവർ കൊടുത്തിട്ടില്ല. അപ്പോൾ